പെട്ടിയങ്ങ് പോയെങ്കിലും താക്കോല് കയ്യിലുണ്ടെന്ന് പണ്ട് പറയുന്ന കഥയിലെ കഥാപാത്രം പോലെ ട്രംപിൻ്റെ 7 വിമാനം പോയെങ്കിലും 2 എയർമാൻമാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയതിൽ വലിയ സന്തോഷവും ആഹ്ലാദവും പ്രകടിപ്പിച്ച് ട്രംപ് പോസ്റ്റിട്ടു. അത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ സംഗതി പപ്പടപടമായി ഒരു ദിവസം കൊണ്ട് തന്നെ തീരുമായിരുന്നു. എന്നാലും ഒന്നും തകർന്നില്ല, അടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 23 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ 2 വിമാനങ്ങൾ, 2 ഫൈറ്റർ ജെറ്റ്സ് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി ആക്രി വിലയ്ക്ക് താഴെയിട്ട IRGCക്കാർക്ക് ഇത് വീണ കാട്ടിലാണോ കടലിലാണോ എന്നറിയാൻ വയ്യാതെ സംവിധാനങ്ങളും അതുപോലെ തന്നെ അവരുടെ ടെറൈനും ഒക്കെ കൊണ്ട് വളരെ പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ടായി. എന്നാൽ അമേരിക്കൻ പൈലറ്റുമാർക്ക് അവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സംഗതികളൊക്കെയും ശരീരത്ത് ഘടിപ്പിച്ചിട്ടുള്ളതുകൊണ്ടും അതിലൂടെ കമ്മ്യൂണിക്കേഷൻ പോലും സാധ്യമാണ് എന്നുള്ളതുകൊണ്ടും അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോയെന്ന് ഇറാൻ സമ്മതിക്കുന്നില്ല. അവരുടെ മിഷൻ ഫെയിലിയർ ആയിരുന്നുവെന്നും ഈ ഹെലികോപ്റ്ററുകൾ സഹിതം തകർത്ത് താഴെയിട്ടു എന്നുമാണ് പറയുന്നത്. ആ താഴെയിട്ടത് ഭയങ്കരമായ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന മാതൃഭൂമിയും ഒക്കെ പറയുന്നത്. ഏതായാലും മാതൃഭൂമിക്ക് അങ്ങനെ ഒരു വിവരം ഉണ്ടെങ്കിലും ബാക്കി ഇൻ്റർനാഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാർക്കും അങ്ങനെ ഒരു വിവരമില്ല. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തിരിച്ചടി നേരിടുന്നത്. എയർ ഡിഫൻസ് വളരെ വീക്കാണ്, ഓപ്പണാണ് എന്ന് പറഞ്ഞെടുത്താണ് 2 എണ്ണം പടപടയെ നടിച്ചിട്ടത്. എന്ന് മാത്രമല്ല, വീണ്ടും വന്ന ഹെലികോപ്റ്ററിനെയും അടിച്ചു. അപ്പോഴാണ് ഈ പറഞ്ഞ ആളുകൾ താഴെ വീണു പോയതും ഒരാളിനെ അപ്പോൾ തന്നെ രക്ഷപ്പെടുത്തിയെങ്കിലും ഒരാൾ ഇവിടെ അകപ്പെട്ടു പോയതും. ആ അകപ്പെട്ടു പോയ ആളിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. ആ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയതിൻ്റെ വീരസ്യമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. യഥാർത്ഥത്തിൽ അതല്ല വീരസ്യം. 40-40 വർഷമായി ഈ ഒരു ഉപരോധത്തിൽ കഴിയുന്ന ഒരു രാജ്യത്ത് ഇതുപോലെ 48 മണിക്കൂർ കൊണ്ട് തീർത്ത് അവിടെ ഭരണകൂടത്തെ മാറ്റി പുതിയ ഭരണകൂടത്തെ സ്ഥാപിക്കാൻ വന്ന ട്രംപ് തൻ്റെ വിമാനത്തിൻ്റെ പൈലറ്റ് വീണത് രക്ഷപ്പെടുത്തിയതാണ് ഇപ്പോൾ യുദ്ധവിജയമായി കാണുന്നത്. വിമാനം അങ്ങ് പോയി എന്ന് മാത്രമല്ല, ആ വീണത് കേവലം വിമാനം മാത്രമല്ല, അമേരിക്കയുടെ അധിനിവേശത്തിൻ്റെ അഹങ്കാരമാണ് അവരടിച്ച് താഴെയിട്ടത്. തോൽവിയും ജയവും പിന്നീടുള്ള വിഷയം. പക്ഷേ ഈ നിമിഷം വരെയും അവർ പ്രതിരോധിക്കുകയാണ്, പൊരുതുകയാണ്. യുദ്ധം എപ്പോഴും നാശമാണ് ഉണ്ടാക്കുക, അതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും അവസാനം എത്തി നിൽക്കുമ്പോൾ 7 വിമാനവും പോയി, എങ്ങും എത്താത്ത നിലയിലുമാണ്. നിയന്ത്രണം വിട്ടുപോയി അണ്ണൻ്റെ. ബ്രേക്കും പണ്ട് കാലത്ത് നമ്മൾ വാഹനങ്ങൾക്കൊക്കെ നിയന്ത്രണം പോയി ആക്സിൽ ഒടിഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ ട്രംപിൻ്റെ ആക്സിൽ ഒടിഞ്ഞ നിലയിലാണെന്നാണ് പലരും ഇന്നത്തെ പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് കാണുന്നത്.